ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോയിൽ ഇന്ന് നമുക്കൊരു ഹെൽപ്പർ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ സാഹഫാണ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. സാഹഫ് പറഞ്ഞ് ഇതൊക്കെ എനിക്ക് വറുത്ത് തരുമെന്ന്. നമുക്ക് നോക്കാം അവൻ എനിക്ക് വറുത്ത് തരുമെന്നൊക്കെ. അപ്പം നമ്മളിത് വറുത്തെടുക്കുന്നത് ആദ്യം നമ്മൾ വലിയ ഐറ്റംസായ കുറച്ച് ബിഗ് സൈസിലുള്ള ആൽമണ്ട്സും വാൾനട്ട്, പിന്നെ നമ്മുടെ ഹേസൽനട്ട്, പിസ്ത, ബ്രേസൽ നട്ട്, ഇതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് ഹാഫ് വറുത്തെടുക്കും കേട്ടോ. ഒരു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ബ്രോക്കൺ കാഷ്യൂസും പംകിൻ സീഡും സൺഫ്ലവർ സീഡും ചേർക്കും. അപ്പോൾ സാഫ് വറുത്ത് തുടങ്ങിക്കോ. സാഫിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ്. ഓക്കേ, ഇത് വറുത്ത് ഒരുവിധം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. സാഫ് ഇനി അടുത്ത ഐറ്റംസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ കാഷ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കേ, പംകിൻ സീഡും ആഡ് ചെയ്ത് സൺഫ്ലവർ സീഡ് ആഡ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് സോട്ട് ചെയ്യണം. ഫുൾ ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇനി അടുത്ത ഐറ്റംസും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഇത് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്ത് മൊത്തം ഇട്ട് ഫുൾ ഇട്ട് കൊടുക്കുക. വെരി റിച്ച് ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഓരോ ഐറ്റംസും ഫുൾ ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ പൗഡർ ഒത്തിരി യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി നാൾ വെച്ച് യൂസ് ചെയ്യാം, ഒരുപാട് കാണും. ഓൾമോസ്റ്റ് വറുത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഹലോ, എങ്ങനെ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഷോർട്ട് ബ്രേക്ക്, നമ്മളിതൊന്ന് പൊടിച്ചിട്ട് വരാം.